വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് രാവിലെ നമ്മുടെ പേരേത്തുള്ള മേരിദാസൻ്റെ വീട്ടിൽ ഞാൻ പോയി. അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖമാണ്. ആ വീട്ടിലേക്ക് ഇറങ്ങുന്നത് തന്നെ ഒരു കുത്തനിറക്കമാണ്. ആ 10-30 അടി മുകളിൽ കയറുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ്റെ പകുതി ഊർജവും പോകുന്ന തരത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം. വീടിന് മുകളിൽ ടാർപ്പായൊക്കെ വലിച്ചു കെട്ടിയ ഒരു വീട്. ആ വീട്ടിൽ 2 കുടുംബം. ദുരിതത്തിൻ്റെ പ്രായത്തിലാണ് ആ കുടുംബം. ഒപ്പം ഇദ്ദേഹത്തിന് വളരെ സീരിയസായ അസുഖവും വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഭാര്യയുടെ ഏക വരുമാനം ഭാര്യയുടേതാണ്. അവർ കശുവണ്ടി തൊഴിലാളികളാണ്. എന്ത് വരുമാനം ഉണ്ട് എന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും മേരിദാസനെ സഹായിക്കണം എന്ന് പറയാനാണ് നമ്മൾ ഈ പ്രത്യേക വാർത്ത ചെയ്യുന്നത്, പ്രത്യേക ബുള്ളറ്റിൻ ചെയ്യുന്നത്. അതിപ്പോൾ എനിക്ക് പറയാനുള്ള ഒരപേക്ഷ, ഇപ്പം പെരുന്നാളുകളുടെയും ഉത്സവങ്ങളുടെയും ഈ മുസ്ലിം പള്ളികളുടെ പെരുന്നാളിൻ്റെ ഒക്കെ സമയമാണ്. നമ്മൾ എത്ര 1000 കണക്കിന് രൂപയാണ് ഓരോ വീട്ടുകാരും ഇതിന് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന, ദൈവം പറയുന്നതൊക്കെ കേൾക്കുന്ന യഥാർത്ഥ വിശ്വാസിയാണ് നിങ്ങളെങ്കിൽ, ദൈവം പറയുന്നത് കഷ്ടപ്പെടുന്നവനെ, പീഡിതനെ, രോഗിയെ ഒക്കെ സഹായിക്കാനാണ് പറയുന്നത്. ദൈവത്തെ പിന്തുടരുന്ന നല്ല ഭക്തനാണ് നിങ്ങളെങ്കിൽ ആ വഞ്ചിയിൽ പണമിടാതെ, പള്ളിയിലും അമ്പലത്തിലും ഒന്നും രസീത് എഴുതാതെ ആ തുക മേരിദാസനെ പോലുള്ള സാധാരണക്കാരന് കൊടുക്കണം. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ളൊരു വലിയ മനോഭാവം കാണിക്കണം. അങ്ങനെ നിങ്ങളുടെ ഭക്തി സത്യസന്ധമാണെന്ന് തെളിയിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ മുഴുവൻ പേരും എന്തെങ്കിലും ഒരു തുക കൊടുത്ത് ആ സാധുവിനെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. വാൽവ് മാറ്റിവെക്കാൻ ഗൃഹനാഥന് സഹായം വേണം. 2 ഹൃദയവാൽവുകളും തകരാറിലായ ഗൃഹനാഥൻ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. പേരയം കല്ലുവിള പുത്തൻ വീട്ടിൽ മേരിദാസൻ 61 ചികിത്സാ സഹായം തേടുന്നത്. 16 വർഷമായി ഹൃദയരോഗബാധിതനാണ്. ഹൃദയവാൽവിന്റെ തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലാണ്. 2010 ആൻജിയോപ്ലാസ്റ്റി നടത്തിയെങ്കിലും തകരാർ പൂർണ്ണമായി പരിഹരിക്കാനായില്ല. 2023 നടത്തിയ പരിശോധനയിൽ 2 വാൽവുകൾ മാറ്റിവെക്കണമെന്ന തീരുമാനത്തിലാണ് ഡോക്ടർമാരെത്തിയത്. ഇതിനായി ഈ മാസം 31 ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം. ഫെബ്രുവരി 9 ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരിക്കുന്നത്. കശുവണ്ടി തൊഴിലാളിയായ ഭാര്യയുടെ തുച്ഛ വരുമാനത്തിലാണ് ജീവിതം. സുമനസ്സുകളുടെ കാരുണ്യ സഹായത്തിൽ മാത്രമേ ഇദ്ദേഹത്തിന് ജീവനും ജീവിതവും നിലനിർത്താനാവൂ. ഡീറ്റെയിൽസ് ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. സുമനസ്സുകളുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് മേരിദാസൻ. കൊല്ലം ജില്ലയിലെ പേരയം പഞ്ചായത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. 15 വർഷമായി നാട്ടിൻ്റെ പ്രശ്നം ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സയിലാണ്. നേരത്തെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഇപ്പോഴത്തെ ചെക്കപ്പിൽ ബൈപ്പാസ് വേണം, 2 വാൽവ് മാറ്റി വയ്ക്കണം, അതിന് ബൈപ്പാസ് വേണം. അത് ഡേറ്റും തന്നിരിക്കുക. ഇവരുടെ 31 ആൻജിയോഗ്രാമിന് അഡ്മിറ്റാണ്. ബൈപ്പാസിന് വേണ്ടി 9 തീയതി ഫെബ്രുവരി 9 അഡ്മിറ്റാണ് എന്ന് പറഞ്ഞ് സാമ്പത്തികമായിട്ട് യാതൊന്നുമില്ല.